നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 100% സൗജന്യമായിട്ട് പഠിക്കുവാനുള്ള അവസരം, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 100% സ്കോളർഷിപ്പോടെ പഠിക്കുവാനുള്ള അവസരം. പഠനം മാത്രമല്ല സ്കോളർഷിപ്പോടെ നടക്കുന്നത്, നിങ്ങളുടെ അക്കോമഡേഷൻ, താമസം വരെ സ്കോളർഷിപ്പിലൂടെ നടന്നു പോകുന്ന എന്ന് മാത്രവുമല്ല, ഒരു എമൗണ്ട് സ്റ്റൈഫൻഡ് എന്ന നിലയിൽ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. പ്രതിവർഷം 15 ലക്ഷം രൂപ വരെ സ്റ്റൈഫൻഡ് നേടിക്കൊണ്ട് പഠിക്കുന്നതിനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും +2 കഴിഞ്ഞവർക്ക് ഡിഗ്രി പഠിക്കുന്നതിനും ഡിഗ്രി കഴിഞ്ഞവർക്ക് PG ഒക്കെ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ, വിവിധ സബ്ജക്റ്റുകളിൽ വിവിധ മേഖലകളിലൊക്കെ പഠനം നടത്തുന്നതിനുള്ള ഒരു കിടിലൻ അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാം. IELTS ഒന്നും മാൻഡേറ്ററി അല്ലാതെയുള്ള അവസരമാണ്. എന്ന് മാത്രവുമല്ല, പാർട്ട് ടൈം ജോലികളിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം കൂടി ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അതും ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ടുമായി സംവദിച്ചുകൊണ്ട് ഈ അവസരം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഈ 100% സൗജന്യമായിട്ട് പഠിക്കാം എന്ന് മാത്രവുമല്ല, ഒരു സ്റ്റൈഫൻഡ് ഇങ്ങോട്ടേക്ക് കിട്ടുക എന്നുള്ള ഒരു അവസരം. ഈ ഒരു അവസരത്തിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ജോസഫ് തരകൻ. സാർ, വെൽക്കം ടു കരിയർ. സാറ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി സ്ഥാപനമായ JB എഡ്യൂക്കേഷൻ, അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. മുമ്പും ചില അവസരങ്ങളെ സൂചിപ്പിക്കുന്നതിന് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ സാറേ, ഈ 100% ഫ്രീ ആയിട്ട് പഠിക്കാം, ഇങ്ങോട്ടൊരു കാശും കിട്ടുന്ന ഈ ഒരു സുന്ദരൻ അവസരം, ഇത് ഏത് രാജ്യത്തായിരിക്കും ലഭ്യമാകുന്നത്? ഇറ്റലിയിലാണ് ഈ അവസരം നമുക്ക് ലഭ്യമാകുന്നത്. ഇറ്റലിയെ കുറിച്ച് ആദ്യം എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് ഒന്ന് ആരംഭിച്ചാൽ നല്ലത്. ഇറ്റലി ലൈക്ക് യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഒരു രാജ്യമാണ്. ഷെങ്കൻ സോണിൽ വരുന്ന ഒരു രാജ്യമാണ്. ഇക്കോണമി വൈസ് നോക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ 10th ലാർജസ്റ്റ് ഇക്കോണമിയാണ്. യൂറോപ്പിലത്തെ ഏറ്റവും വലിയ 4ാമത്തെ ഇക്കോണമിയാണ് വരുന്ന ഇറ്റലിയിൽ വരുന്നത്. ഇറ്റലിയിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ റോം ഉണ്ട്, വത്തിക്കാനുണ്ട്, വത്തിക്കാനൊക്കെ ഉൾപ്പെടുന്ന, വത്തിക്കാൻ എന്ന് പറഞ്ഞ രാജ്യം ഉൾപ്പെടുന്ന മറ്റൊരു രാജ്യം. അത് തന്നെ വരുന്നുണ്ട്. പിസ ഗോപുരം വരുന്നത്. ശരി. പിന്നെ അതുപോലെ തന്നെ വെനീസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരം അതെന്താണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ? ഇത് സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് അനുവദിക്കുന്ന സ്കോളർഷിപ്പ് ആണ്. ഈ സ്കോളർഷിപ്പ് പ്രകാരം കോളേജിന്റെ മുഴുവൻ ഫീസും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതേപോലെ തന്നെ അവിടെ താമസത്തിനുള്ള ഫീസും, അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ സ്റ്റൈപ്പൻഡ് ആയിട്ടും ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു സൗകര്യമാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഏതെങ്കിലും പെർട്ടിക്കുലർ കോഴ്സിനാണോ അതോ എല്ലാ കോഴ്സുകൾക്കും ഉണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ്? ഇത് ജനറലി സ്പീക്കിംഗ് ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള കാരണം എല്ലാ പ്രോഗ്രാംസിനും ഇത് എലിജിബിൾ ആണ്. നമ്മൾ പക്ഷേ എല്ലാ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഡിഗ്രി, PG, മാസ്റ്റേഴ്സ്, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ PG 2 ഇയറും ഡിഗ്രി 3 ഇയറും ആണോ? അതെ, 2 വർഷം തന്നെയാണ് PG ഉള്ളത്. അതുപോലെ UG കോഴ്സുകൾ 3 വർഷമാണ്. ശരി, ഓക്കെ. അപ്പം ഏതൊക്കെ മേഖലകളില് ഇത് ലഭ്യമാണോ അതോ എല്ലാ മേഖലയിലും ലഭ്യമാണോ? എല്ലാ മേഖലകളിലും ലഭ്യമാണ്. നമ്മൾ പക്ഷേ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ക്ലിനിക്കൽ പ്രോഗ്രാമുകൾ കൂടുതലും ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് വേണ്ടി വരുന്നത്. ക്ലിനിക്കൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ നഴ്സിംഗ് പോലത്തെ പ്രോഗ്രാമുകൾ, സൈക്കോളജി പോലത്തെ പ്രോഗ്രാമുകൾ, ഫാർമസി പോലത്തെ പ്രോഗ്രാമുകൾ, ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതല്ലാതെയുള്ള റെഗുലർ ആയിട്ടുള്ള ബിടെക് പ്രോഗ്രാമുകൾ, CS, അതല്ലാതെ മെക്കാനിക്കൽ പോലത്തെ പ്രോഗ്രാമുകൾ, അക്കൗണ്ടിങ്, ഫൈനാൻസ്, എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം ഈ സാറ് സൂചിപ്പിച്ച ക്ലിനിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, മാസ്റ്റേഴ്സ് സ്റ്റഡീസിന് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് സൂചിപ്പിക്കാം. അപ്പം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡി ആണെങ്കിൽ +2, ഓക്കെ. PG ആണെങ്കിൽ ഡിഗ്രി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്ക്, IELTS, അങ്ങനത്തെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് സൂചിപ്പിക്കാം. IELTS ബേസിക്കലി മാൻഡേറ്ററി അല്ല. നമുക്ക് ഓഫേഴ്സ് കിട്ടാനും നമുക്ക് വിസയ്ക്ക് ഒന്നും ഈ പറഞ്ഞ പോലെ IELTS മാൻഡേറ്ററി അല്ല. നമ്മൾ നേരത്തെ സംസാരിച്ച സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ IELTS മാൻഡേറ്ററി ആണ്. അപ്പം അഡ്മിഷൻ കിട്ടാൻ IELTS വേണമെന്നില്ല. അതെ. പക്ഷെ സ്കോളർഷിപ്പിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ IELTS വേണ്ടി വരും. അതെ.
പിന്നീട് മാർക്ക് പെർസെന്റേജും അങ്ങനത്തെ മാർക്ക് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 60% ആണ് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. മിനിമം 60 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പ്ലസ് ടുവിന് 60% മിനിമം എങ്കിലും കിട്ടിയവർക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിക്ക് 60 എങ്കിലും കിട്ടിയവർക്ക് PG കോഴ്സുകൾ. എക്സാക്ട്ലി, ഇതാണ് അതിന്റെ മിനിമം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ ഒരു 65, 70 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ കൂടുതൽ പോസിബിലിറ്റീസ് കൂടുതലുണ്ട്. നമുക്ക് 65 മുതൽ നമുക്ക് ഏകദേശം എല്ലാവർക്കും ഗ്യാരണ്ടി കൊടുക്കാം. 70 ഉണ്ടെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ശരി. ഇൻ കേസ് നമുക്ക് മാർക്ക് കുറവാണ്, 60% ഉള്ളൂ എന്ന് കരുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS അതിന് മികച്ച മാർക്ക് വരും. നല്ല മാർക്ക് ഉണ്ട്, ഒരു 80% ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ IELTS എത്ര വേണം? 80% മാർക്കുള്ള കുട്ടികൾക്ക് ഒരു 6 നമുക്ക് കിട്ടും. അതെ, മറ്റേ മാർക്ക് കുറയും തോറും IELTS. അതെ അതെ, ഇപ്പൊ നമുക്ക് 60% മാർക്ക് ഉള്ളതെങ്കിൽ ഒരു പക്ഷേ 7.5 അല്ലെങ്കിൽ 8 എന്നുള്ള സ്കോർ IELTS എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് സ്റ്റേ ബാക്ക് ലഭ്യമാണോ പഠനശേഷം? അതെ അതെ, സ്റ്റേ ബാക്ക് ലഭ്യമാണ്. ഒരു വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്, 1 ഇയർ സ്റ്റേ ബാക്ക്. ഇനി പഠന സമയത്ത് പാർട്ട് ടൈം ജോലികൾ ചെയ്യാനായിട്ട് പറ്റുമോ? ഇത് എല്ലാം യൂറോപ്പിന്റെ സെയിം സ്റ്റാൻഡേർഡുകളാണ്. പാർട്ട് ടൈം ജോലികൾ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പാർട്ട് ടൈം ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. 20 hours പെർ വീക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ. ഇനി ക്ലാസ് ഇല്ലാത്ത ആഴ്ചകളിലൊക്കെ ആണെന്ന് 40 hours അവർക്ക് ചെയ്യാനായിട്ട്. ഇനി സ്റ്റേ ബാക്ക് സമയത്ത് എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? നമുക്ക് പഠനം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. സ്റ്റേ ബാക്കിന്റെ സമയത്ത് നമുക്ക് ജോലി ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ജോബ് അഗ്രിമെന്റിലേക്കുള്ള ജോബ് ഓഫർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാൻ കേട്ട ഒരു കാര്യം, 5 വർഷം ഇറ്റലിയിൽ തുടർന്നാൽ നിങ്ങൾക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടും. അതൊന്ന്. അതെ അതെ, ആക്ച്വലി ലീഗലായിട്ട് 5 വർഷം നമുക്ക് തുടർന്നു കഴിഞ്ഞാൽ ഇറ്റലിയിൽ PR കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ഫാക്ട് ആയിട്ടുള്ള കാര്യം. ഓക്കെ. നമ്മൾ ലീഗലായിട്ടല്ല എങ്കിൽ കൂടി ഇറ്റലിയിൽ PR കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു ഫണ്ണി ആയിട്ടുള്ള. അതായത് ലീഗലായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ആരെങ്കിലും പിടിച്ച് ജയിലിനകത്ത് ഇട്ടാൽ പോലും അവിടെ നിന്നാൽ വിസ കിട്ടും എന്നുള്ള അഡ്വാൻറ്റേജ്. അതെ അതെ, അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ കണ്ടമാനം ലൂപ്പ് ഹോൾസ് ഇപ്പൊ വരുന്നുണ്ട്. നമ്മളിപ്പോ ലീഗലായിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക. 5 വർഷം നമ്മൾ ലീഗലായിട്ട് ടാക്സ് അടച്ചിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇറ്റലി. നിൽക്കാൻ പറ്റുവാണ് ഇറ്റലിയെങ്കിൽ നമുക്ക് PR എലിജിബിൾ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാറ് സൂചിപ്പിച്ചത് ഈ 100% സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുക. സ്കോളർഷിപ്പ് എവിടെ നിന്നാണ് കിട്ടുക? അതേപോലെ തന്നെ നമ്മളുടെ ഫുള്ള് ട്യൂഷൻ ഫീ കവർ ചെയ്യും, ബാക്കി എന്തൊക്കെ എക്സ്പെൻസ് കവർ ചെയ്യും, അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സൂചിപ്പിക്കാമോ? ഇറ്റലിയിൽ 2-3 ടൈപ്പ് ഓഫ് സ്കോളർഷിപ്സ് ഉണ്ട്. ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റ് സ്കോളർഷിപ്പ് ആണ്. പിന്നെയുള്ള ഒരു സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ആണ്. പിന്നെയുള്ളത് ഇറാസ്മസ് മുണ്ടസിന്റെ സ്കോളർഷിപ്പ് ആണ്. അതൊക്കെ ഇവിടുന്ന് തന്നെ പിള്ളേർ. ഇതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ മാത്രമാണ്. ഓൺ ആൻ ആവറേജ് 15,000 euros അല്ലെങ്കിൽ 15 lakh Indian rupees. ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് സ്കോളർഷിപ്പ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നമുക്ക് നേരിട്ട് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് നേരിട്ട് ഫീസിലേക്കായിട്ട് പോകും. ബാലൻസ് ഏകദേശം ഒരു 10 ലക്ഷത്തോളം എമൗണ്ട് ഉണ്ടായിരിക്കും. ഈ പൈസ സ്റ്റുഡന്റിന്റെ സ്റ്റൈപ്പൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലാണ് എടുക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഹോസ്റ്റലിന്റെ ഫീസും കൂടി ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഉള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഇൻ കേസ് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല ഹോസ്റ്റലിന്. അത് കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. 2 ഘട്ടമായിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ അത് ഞാൻ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കേൾക്കുന്നവർക്ക് കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്ന് പറയാം. അതായത് 15 lakh ഏകദേശം ഇന്ത്യൻ റുപ്പീസ് ആണ് അല്ലെ? അതായത് 15,000 euros ആണ്. 15 lakh ഇന്ത്യൻ റുപ്പീസ് ആണ് പെർ ഇയർ സ്കോളർഷിപ്പ് ലഭിക്കുക. അതില് ഒരു ഏകദേശ ഫീസ് അല്ലെ UG PGക്കൊക്കെ 1 ഇയറില് ഒരു 5 lakh ഒക്കെയാണ് വരിക അപ്രോക്സിമേറ്റ്ലി. ബാക്കി ഒരു 10 ലക്ഷം കൂടെ നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഹോസ്റ്റൽ എക്സ്പെൻസ് അല്ലെ അക്കോമഡേഷൻ അതെല്ലാം അതിൽ തന്നെ അങ്ങ് നടന്നു പോകും. അത് കൂടാതെ നമുക്ക് ഈ 10 ലക്ഷം കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റൈഫൻഡ് എന്ന നിലയിൽ ഒരു എമൗണ്ട് കൂടി നമുക്ക് ഇങ്ങോട്ട് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ചെലവുകൾ നടന്നു പോകും എന്ന് മാത്രമല്ല, ഫീസ് അടയ്ക്കാം എന്ന് മാത്രമല്ല, എക്സ്ട്രാ കാശ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഒരു സുന്ദരൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോഴും എന്റെ ചോദ്യം, ഇത് ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണല്ലോ അല്ലെ? ഇറ്റാലിയൻ ഒന്നും അറിയേണ്ട കാര്യമില്ല? ഇല്ല, ഇംഗ്ലീഷ് ടോട്ടാണ്. ക്യാമ്പസിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയേണ്ട കാര്യങ്ങളുള്ളൂ. ക്യാമ്പസിന് പുറത്ത് ഒരു പക്ഷേ ഇറ്റാലിയൻ ലാംഗ്വേജ് വേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് അത് അവിടെ പഠിക്കുന്ന സമയത്ത് ലേൺ ചെയ്യാം, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ലേൺ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സ്കോളർഷിപ്പിനോ കോളേജിന്റെ എൻറോൾമെന്റിനോ അഡ്മിഷനോ ഒന്നും ഇറ്റാലിയൻ ലാംഗ്വേജ് ആവശ്യമില്ല. ഓക്കെ. അപ്പൊ എവറി ഇയർ 15 lakh അല്ലെ 15,000 euro അതാണ് സ്കോളർഷിപ്പ് എമൗണ്ട് വരിക. അപ്പൊ സാറ് സൂചിപ്പിച്ചത് പഠനം സൗജന്യമാണ്,
അക്കോമഡേഷൻ അല്ലെങ്കിൽ ഫുഡ് ബാക്കി എക്സ്പെൻസുകൾക്കൊക്കെ ആയിട്ട് ഒരു എമൗണ്ട് ഇങ്ങോട്ട് കിട്ടും, ഒരു സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോഴും എനിക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുവാണ്, ഒരു സ്റ്റുഡന്റ് ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് വരുമോ? ഇപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ അങ്ങനത്തെയൊക്കെ വരും, അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കാമോ? ഓ യെസ്, അതിൽ ആദ്യമായിട്ട് വരുന്നത് അപ്ലിക്കേഷൻ ഫീസ് ആണ്. ഓക്കെ, ഏകദേശം 25,000 ഇന്ത്യൻ റുപ്പീസ് ആണ് അപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത്. ശരി. നമ്മളൊരു 6 യൂണിവേഴ്സിറ്റികൾക്ക് കുട്ടികളുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 6 യൂണിവേഴ്സിറ്റികൾ വരെ 25,000 രൂപ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നു. അതെ, അതാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ അറ്റസ്റ്റേഷൻ ആണ്, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻസ് ആണ്. നമുക്കത് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷവും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ്, സീമിയ എന്നുള്ള അറ്റസ്റ്റേഷൻ ആണ്. ഇറ്റാലിയൻ, നമ്മുടെ APS ജർമ്മനിക്കൊക്കെ. അതെ. പക്ഷേ APSന്റെ അത്രയും ടഫർ പ്രോസസ് അല്ല. ടൈം ഡിലേ ഉണ്ട്, ഏകദേശം 1 മാസം 1.5 മാസം സമയം എടുക്കും. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് വാലിഡ് ആണ് എന്നുള്ള കാര്യം ഇറ്റാലിയൻ ഗവൺമെന്റിന് അതൊന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി അതിന് എക്സ്പെൻസ് വരുമായിരിക്കും. 20,000 അപ്രോക്സിമേറ്റ്ലി എക്സ്പെൻസ് വരും. ഈ പറഞ്ഞ ഫീസെല്ലാം ഇതൊക്കെ നേരിട്ടിട്ട് അടയ്ക്കേണ്ട പൈസകളാണ് പറയുന്നത്. ഒരിക്കൽ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് ടുവേർഡ്സ് വിസ പ്രോസസിന്റെ സമയത്തുള്ള വിസ എക്സ്പെൻസ്, VFS ചാർജ്. അതെ, ഒരു 10,000 12,000 ആണ് അതിന് വരുന്നത്. നമുക്കൊരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും, അത് ഒരു 5,000 6,000 ഇന്ത്യൻ റുപ്പീസിലാണ് അതിന്റെ എക്സ്പെൻസുകൾ വരുന്നത്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി 40,000 50,000 ഡിപെൻഡിംഗ് ഓൺ സീസൺ അതിന്റെ എക്സ്പെൻസുകൾ വരും. ഇതാണ് ഇന്ത്യക്ക് പോകുന്നതിന് മുമ്പായിട്ട് വരുന്ന എക്സ്പെൻസുകൾ. പിന്നെ അവിടെ എത്തിയതിനു ശേഷം അക്കോമഡേഷൻ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 300 euro എങ്കിലും പെർ മന്ത് നമ്മൾ കാണേണ്ടി വരും. അവിടെ എത്തിയതിനു ശേഷം നമുക്ക് അവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് എടുക്കണം. അതിനായിട്ട് ഒരു 110 115 ആ റേഞ്ചിൽ വലിയൊരു എമൗണ്ട് വരുന്നില്ല, ചെറിയ ചെറിയ എമൗണ്ടുകളാണ്. പിന്നെ നമുക്കൊരു കൺസൾട്ടൻസി, നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ട്, നമുക്ക് സർവീസ് ചാർജ് നമ്മൾ ഈടാക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ആകെ വരുന്ന എക്സ്പെൻസ് അല്ലെ? ഓക്കെ, ഇനി ഇതിന്റെ ഒരു ടൈം ലൈൻ ഒന്ന് സൂചിപ്പിക്കും. ഇപ്പൊ ഇന്ത്യക്ക് സെപ്റ്റംബറിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും അതിന് കുറെ ഇച്ചിരി ലെങ്തി പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുന്നു അല്ലെ? അപ്പൊ ആ ടൈം ലൈൻ എങ്ങനെയായിരിക്കും അതൊന്ന് സൂചിപ്പിക്കും. ഇറ്റലിയിൽ 2 ഇൻടേക്ക് ഉണ്ട്. സെപ്റ്റംബർ ഇൻടേക്ക് ആണ് മേജർ ഇൻടേക്ക്. പിന്നെ അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്. ഫെബ്രുവരി ഇൻടേക്ക് ഇറ്റാലിയൻ ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ കോഴ്സുകൾക്കൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇംഗ്ലീഷ് ടോട്ടൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ടോട്ടലത്തെ സെപ്റ്റംബറിലാണ് ഇൻടേക്ക് വരുന്നത്. നമ്മൾ ഇൻടേക്കിലെ ക്ലാസ് തുടങ്ങുന്ന ദിവസത്തിന് ഒരു 3 മാസം മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയങ്ങൾ. ഏകദേശം ഒരു 3 മാസം എടുക്കും സ്കോളർഷിപ്പ് നമുക്ക് സാങ്ഷൻ ആയി വരാനായിട്ട്. ഇനി നമുക്ക് മാർച്ചിന് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി വൈസ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനും അറ്റസ്റ്റേഷനും ഇൻ കേസ് IELTS സ്കോളർഷിപ്പിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും എല്ലാം എടുത്ത് നമ്മൾ റെഡി ആയിട്ട് വെക്കണം. അപ്പൊ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നതാണെങ്കിലും അടുത്ത വർഷം മാർച്ചിന് മുമ്പായിട്ട് അല്ലെ കോളേജിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കോളേജിന്റെ ഓഫർ ലെറ്റർ നിങ്ങൾ എടുത്തു വെക്കുക അല്ലെ? മാർച്ചിലായിരിക്കും ബാക്കി സ്കോളർഷിപ്പിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് ഒരു 2-3 മാസത്തിനകം സ്കോളർഷിപ്പിന്റെ 3 മാസമാണ്. അതായത് ഇതെല്ലാം ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ അവർ കോൾ ഫോർ ചെയ്യും. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാല് സ്കോളർഷിപ്പിന്റെ റിസൾട്ട് വരുന്നത് മെയ് അവസാനമായിരിക്കും. അപ്പൊ ആ 3 മാസം നമ്മൾ എന്തായാലും ഗവൺമെന്റ് കൊടുത്തേ പറ്റൂ. ഓക്കെ, അത് കഴിഞ്ഞാല് നമ്മുടെ ഫീസ് അവര് ഈ ഗവൺമെന്റ് കോളേജിന് പേ ചെയ്യും. അക്കോമഡേഷൻ സാറ് സൂചിപ്പിച്ചത് യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫീസും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും. ഇനി നമ്മൾ സ്വന്തം അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാശ് നമുക്ക് കിട്ടുകയും. അപ്പൊ വർഷത്തിൽ എപ്പോ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് മാർച്ചിലും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലും ആയിരിക്കും. അപ്പൊ അതാണ് ഇതാണ് ഇതിന്റെ സംഭവങ്ങൾ. അപ്പൊ നമുക്ക് എപ്പോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും. ഈ പറഞ്ഞ IELTS ചില സമയത്ത് 1 മാസം 2 മാസം കുട്ടികൾക്ക് എടുക്കാറുണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ മാർച്ചിൽ അപ്ലൈ ചെയ്താൽ മതി എന്ന് കരുതി കഴിഞ്ഞാൽ IELTS പോയി കിട്ടത്തില്ല. അപ്പൊ അത് കാരണം എപ്പോഴും ഇറ്റലി എന്ന് പറയുന്നത് പ്രോസസ്സ് പൊതുവെ ഡിലേ ആണ്. അപ്പൊ നമ്മൾ ഏകദേശം 1 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് വിസ കിട്ടി പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട്, PG അല്ലെങ്കിൽ UG പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രോസസ്സ് ഒന്ന് സൂചിപ്പിക്കാം. സിമ്പിൾ ഡോക്യുമെന്റ്സ് ആണ്. ഒബിയസ്ലി പാസ്പോർട്ട് കോപ്പി വേണം, 10th 12th ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണം. ഇനി ഇൻ കേസ് PG ക്ക് കുട്ടികളാണെന്നെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റ്സും അതിന്റെയും വേണം. ഇനി കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്, അവര് എന്തിനാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ അസിസ്റ്റ് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ കോളേജ് റെഫറൻസ് ലെറ്റേഴ്സ് LOR എന്ന് പറയുന്നത്, പിന്നെ അവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു CVയും കൂടിയും വേണ്ടി വരും. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ലെറ്റർ വരുന്നു. അതിനുശേഷം
അതിനുശേഷം നമുക്ക് സീമിയയുടെ പ്രോസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, സ്കോളർഷിപ്പ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓ റൈറ്റ്, ഓക്കെ. അതെ. ഈ ഒരു കാര്യം കൂടി എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ളത്, ഈ ഇതേപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ഒരു ഷോ മണി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട്, ഇപ്പൊ ജർമ്മനിയൊക്കെ ആണെങ്കിൽ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കണം, ഇവിടെയാണെങ്കിൽ ഒരു ഷോ മണി കാണിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? അതെ, ലിവിംഗ് കോസ്റ്റ് കൂടിയാണ് സാർ സംസാരിക്കുന്നത്. ഇറ്റലിയിലെ ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 6,000 യൂറോസ് പെർ ഇയർ ആണ്. അതെ അതെ, അതായത് നമ്മുടെ നാട്ടിലത്തെ 6 ലക്ഷം രൂപയുടെ അടുത്താണ് എമൗണ്ട് വരുന്നത്. അത് ഓരോ വർഷത്തേക്കുള്ള എമൗണ്ട് നമ്മൾ കാണിക്കണം. നമ്മൾ 2 വർഷത്തെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 6 × 2 12 ലക്ഷം കാണിക്കണം. ഇൻ കേസ് 3 വർഷത്തെ ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 6 × 3 18 ലക്ഷം രൂപ നമ്മള് ഷോ മണിയാണ്. നമ്മളുടെ ഇന്ത്യയിലത്തെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കാണിക്കണം. അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലോൺ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതായാലും മതി. പക്ഷെ നമ്മളുടെ ഈ കേസിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ അത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്ക് അറിയില്ല. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന കുട്ടികൾ ഒരു വർഷം സ്കോളർഷിപ്പിന് പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് വരാൻ വഴിയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഒരു ഓൺ ഫണ്ട് ആയിട്ടുള്ള എമൗണ്ട് ഒരു 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത് വിസ ചെയ്യുന്ന സമയത്തേക്കാണ് അതിന് ഇമ്പോർട്ടൻസ്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതെ അതെ അതെ. എനിവേ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഫ്രീ ആയിട്ട് പഠിക്കാം എന്ന് മാത്രമല്ല, ഒരു കാശ് ഒരു അല്പം എമൗണ്ട് ഇങ്ങോട്ടേക്ക് കിട്ടാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്ന ജോസഫ് സാറിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പം ഇറ്റലിയിൽ പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ് അത്. ഡിഗ്രി കഴിഞ്ഞ് PG പഠിക്കുന്നതിനും +2 കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്നതിനും, അതും മിക്കവാറും എല്ലാ മേഖലകളിലും. ഓർക്കുക, ക്ലിനിക്കൽ ആയിട്ടുള്ള നേഴ്സിംഗ് അല്ലെങ്കിൽ ഫാർമസി ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ് സാറ് സൂചിപ്പിച്ചത്. ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സാറിന്റെ കൺസൾട്ടൻസി JB എഡ്യൂഫ്ലൈ തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പല കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങളുള്ള, ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കോട്ടയത്താണ്, കോട്ടയത്തും ഒക്കെ ഓഫീസ് അടുത്ത സമയത്ത് ആരംഭിച്ചു. അപ്പം ഈ JB എഡ്യൂഫ്ലൈയുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. അപ്പൊ ഇതേപോലെയുള്ള വലിയ പണച്ചെലവൊന്നും ഇല്ലാതെ വിദേശത്തൊക്കെ പഠിക്കുവാനുള്ള അവസരങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.